PM ശ്രീയിലെ തുടർ നടപടികൾ കൂടിയാലോചനകൾക്ക് ശേഷം മതിയെന്ന നിലപാടിൽ സർക്കാർ. സമഗ്ര ശിക്ഷ കേരള ഫണ്ട് ഒരു പ്രധാന ഘടകമാണെന്നും മുന്നണിയിൽ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ഫണ്ട് മുടങ്ങിയതിനാൽ അടിയന്തര സാമഗ്രികൾ കിട്ടാതെ വലയുകയാണ് ഭിന്നശേഷിക്കാർ. UDF സർക്കാർ അധികാരമേറ്റപ്പോൾ ആദ്യമുയർന്ന ചോദ്യമാണ് PM ശ്രീയുടെ ഭാവി എന്തെന്ന്. പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് വീണ്ടും കേന്ദ്രം അറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് സർക്കാർ. നയപരമായ തീരുമാനമായതിനാൽ മുന്നണിയിൽ PM ശ്രീ ചർച്ച ചെയ്യും. അതിനു മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയോട് മന്ത്രി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻ അബയൻസ് എന്നുള്ള ഒരു കത്ത് കൊടുത്തു. ഇത് ഒക്കെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ സംഗതികളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്. അത് UDF നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ അതിലൊരു നിലപാട് പറയാൻ സാധിക്കും. ഫണ്ട് മുടങ്ങിയതിനാൽ പല മേഖലകൾ താളം തെറ്റിയ നിലയിലാണ്. അപേക്ഷ നൽകി 1 വർഷം പിന്നിട്ടിട്ടും പലർക്കും ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല. വർഷത്തിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു ക്യാമ്പ് 2 ദിവസത്തേക്ക് അങ്ങനെ സംഘടിപ്പിച്ചാലായി. അപ്പം നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് ഇതൂട്ട് സർക്കാരെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും ചെയ്യാത്തതെന്നാണ്. ഈ അക്കാദമിക വർഷത്തെ തുക ഉൾപ്പെടെ 1500 കോടി രൂപയാണ് സംസ്ഥാനത്തിന് SSK ഫണ്ട് ഇനത്തിൽ കുടിശ്ശികയായി കിട്ടാനുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.